പോണ്ടൂറടാ. അയ്യോ എന്തോന്നത്? എന്തെങ്കിലും ചെയ്യണത്? ഇവിടെ വിളിക്കടാ. ഇതെന്തുപറ്റിയാണത്? എഞ്ചിൻ ചൂടായതാണോ? എഞ്ചിൻ തന്നെ ആണത്. അല്ല, നമ്മുടെ ചുറ്റിനും ശത്രുക്കളാ. ആരെങ്കിലും കാറിനിട്ട് പണിഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റാത്തൊന്നുമില്ല. അടയ്ക്ക്. ഇവന്മാരാരാ? ഇതിനകത്ത് എങ്ങനെ കേറി? വാ, ആരെന്ന് നോക്കാം. നിങ്ങളൊക്കെ ആരാ? പിള്ളേരുടെ സംശയം തീർത്തോറാ. ഈ രുദ്രൻ സാർ, മിനിസ്റ്ററുടെ മോന. ഇവിടെ അലീന ഫെർണാണ്ടസ്, മേയറുടെ മകളാ. മേയർ ജോർജ് ഫെർണാണ്ടസിന്റെ മോളാണ്. അതെ. ഹലോ. നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങളൊരുത്തന്നെ തപ്പി ഇറങ്ങിയതാ. ആരെയാ? നിങ്ങൾ എന്റെ അനിയന്റെ മരണമൊക്കെ അറിഞ്ഞാണല്ലോ അല്ലേ? അത് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. വലിയ കഷ്ടമായിപ്പോയി. ഇവനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇവൻ ഇതിനകത്ത് ഒളിച്ചു കയറിയതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? ഇവിടെ രാത്രിയിൽ ചിലരൊക്കെ തൊഴിഞ്ഞു കയറുന്നുണ്ട്, പക്ഷേ ഇവനെ കണ്ടിട്ടില്ല. അല്ല, ഇവനല്ലേ ആ പോലീസ് തേടുന്ന പ്രതി? ഇവനെ ഇപ്പൊ പോലീസിനേക്കാൾ ആവശ്യം ഞങ്ങൾക്കാണ്. ഇവൻ ഇവിടെ താമസിക്കുന്ന 5 സുന്ദരികളുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ട്, അത് ഞങ്ങൾക്കറിയാം. അതിന്റെ പേരിൽ എന്തോ ചില പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ. ഇവൻ ഇപ്പൊ ഇതിനകത്ത് ഒളിച്ച് താമസിക്കുന്നുണ്ടോ? അതാണ് എനിക്ക് അറിയേണ്ടത്. ഞങ്ങൾ ഇവനെ കണ്ടിട്ടില്ല, പക്ഷേ 5 സുന്ദരികളുടെ റൂമിലെ അസ്വാഭാവികമായിട്ട് എന്തോ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അവരെ കൂടാതെ മറ്റാരെങ്കിലും അതിനകത്തുണ്ടോ ഇല്ല എന്ന കാര്യം ഞങ്ങൾക്ക് കൺഫർമേഷൻ ഇല്ല. അങ്ങനെ ഒരുത്തൻ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ വാർഡനെ തെരഞ്ഞിരിക്കും. വാർഡന്റെ കാര്യം പറയാതിരിക്കുന്നതാ ചേട്ടാ നല്ലത്. ആ സ്ത്രീ 5 സുന്ദരികളുടെ എല്ലാ തോന്നിയവസ്ഥനും കൂടെ നിൽക്കും. നിങ്ങൾ അകത്ത് കയറി ഒന്ന് മേഞ്ഞു നോക്ക്, ഞങ്ങള് കൂടെ ഉണ്ടാവും. വാർഡനെയും 5 സുന്ദരികളെയും പിടിച്ചിട്ടൊന്ന് കൊടഞ്ഞു നോക്ക്. നിങ്ങൾ അന്വേഷിച്ചു വന്ന ആള് ഇതിനകത്തുണ്ടെങ്കിൽ അയാള് തീർച്ചയായിട്ടും പുറത്തു വരും. മിനിസ്റ്ററിന്റെ മകനും കൂട്ടുകാരോ? അവരെന്തിനാ വന്നേ? അവരെന്തിനാ വന്നതെന്ന് എനിക്കറിയില്ല മാഡം. അവര് ഗേറ്റിൽ തൂക്കിയിട്ടിരുന്ന ബോർഡ് എടുത്ത് ദൂരെ എറിഞ്ഞു. അപ്പൊ അവര് അതിക്രമിച്ച് കയറിയതാണോ? അമ്പിളി എന്തിനാ അവർക്ക് ഗേറ്റ് തുറന്നു കൊടുത്തത്? മിനിസ്റ്ററുടെ മകനാണെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ ഗേറ്റ് തുറന്നു കൊടുത്തത്. മിനിസ്റ്ററുടെ മകനാണെന്ന് പറഞ്ഞ ഉടനെ ഗേറ്റ് തുറന്നു കൊടുക്കണമെന്നുണ്ടോ? എന്നോട് ചോദിക്കാതെ അവരെന്തിനാ അകത്ത് കയറിയത്? ഗേറ്റിനടുത്ത് ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാ മാഡം ഞാൻ ഗേറ്റ് തുറന്നു കൊടുത്തത്. അവര് മേഡത്തെ കാണാനാ വന്നിരിക്കുന്നത്. എന്നെ കാണാൻ വന്നവരാണെങ്കിൽ ഇങ്ങോട്ടെന്താ വരാത്തെ? ചെന്നവരോട് ഇങ്ങോട്ട് വരാൻ പറ. മേഡം അങ്ങോട്ട് ചെല്ലണമെന്നാ അവര് പറയുന്നത്. മേഡത്തെ വിളിച്ചുകൊണ്ട് വരാനാ എന്നോട് പറഞ്ഞത്. അമ്പിളിക്ക് ഞാനല്ലേ ശമ്പളം തരുന്നത്? ഇവിടെ വരുന്നവരും പോകുന്നവരും പറയുന്നതല്ല കേൾക്കേണ്ടത്, ഞാൻ പറയുന്നത് അനുസരിക്കേണ്ടത്. മനസ്സിലായോ? അവരോടിപ്പം ഞാൻ എന്തു പറയണം മാഡം? അവരെന്നെ കാണാനല്ലേ വന്നത്? അവരോട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറ. ചെല്ല്. ശരി മാഡം. വൃന്ദ എങ്ങോട്ട് പോയി? അവൾ അപ്പുറത്തെവിടെങ്കിലും കാണും. അല്ല, ആളെ നോക്കിയിട്ട് കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അനുവിന്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫാ. ഞാനും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, ഫോൺ സ്വിച്ച് ഓഫാ.
അനു പോയ ശേഷം അവൾ ഇന്ന് വരെ നമ്മളെ വിളിച്ചിട്ടില്ല. ആരാ? എടാ നീ ഇങ്ങോട്ട് മാറി നിന്നേ. വൃന്ദയായിരിക്കും. എന്താ ശ്രുതി? പുറത്ത് ഭയങ്കര പ്രശ്നം നടക്കുക. എന്ത് പ്രശ്നം? നിങ്ങളെ അന്വേഷിച്ചൊരു ടീം വന്നിട്ടുണ്ട്. ആര്? മിനിസ്റ്ററിന്റെ മകന് സംഘവാ. നമ്മുടെ ഹോസ്റ്റലിനകത്ത് കയറി മേയാൻ വന്നേക്കുവാ അവര്. അവിടെ റീന മാമുമായിട്ട് മുട്ട വഴക്ക് നടക്കുക. അവന്മാര് നമ്മളെ അന്വേഷിച്ചാ വന്നെങ്കി അത് ആരും ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടായിരിക്കുവോ? അവന്മാരെന്നെ പിടിച്ചോണ്ട് പോകാനാണോ വന്ന്? അവന്മാരെനിക്ക് പേടിയാ. എന്നെ കൈ കിട്ടി അവന്മാര് കൊല്ലും. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ നിന്നെ ആരും പിടിച്ചോണ്ട് പോകത്തില്ല. നീ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നാ മതി. ആരും നിന്നെ കാണില്ല. അവന്മാര് ഇങ്ങോട്ട് കയറി വന്നാലോ? എനിക്ക് നല്ല പേടിയുണ്ട്. നീ പേടിക്കാതെ. അവന്മാരെ ഇങ്ങോട്ട് ഞങ്ങൾ കയറ്റി വിടത്തില്ല. പോരെ? നീ ഇവിടുന്ന് പുറത്തിറങ്ങണ്ട, ഞങ്ങൾ പോയിട്ട് വരാം. നിങ്ങൾ വന്നേ. ഇന്ന് ഇത് അവിടെ വൃന്ദ അവിടെ പോയി എടുക്കാണ്. അവളെ വിളിച്ചോണ്ട് പോകും.